ഫുൾ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടി വരും. പിന്നെ കൊച്ചു പറഞ്ഞ എന്തെങ്കിലും പറ്റിപ്പോയാലോ? എന്നാ കുടിക്ക്. ഇതെന്തോന്നു ജ്യൂസ്. ഇപ്പൊ നമുക്കൊന്നുമില്ലേ? എന്നാ കുടിക്ക്. പാവയ്ക്ക ജ്യൂസാ കുടി. പാവയ്ക്ക ജ്യൂസ് ആണെങ്കിൽ എനിക്ക് വേണ്ട. എന്നാ കുടി. പാവയ്ക്ക ജ്യൂസ് കുടിക്കാൻ ഭയങ്കര പാടാ. സിദ്ധു ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന്. കുടിച്ചേ. എന്നാൽ ഇത് വേണോ? ആ വേണം. കുടിക്ക്. ഹലോ, നീ ഇതപ്പോ എത്തി? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ ചേച്ചി. അളിയന്റെ ദാരുണ അവസ്ഥ കണ്ടിട്ട് ഞാനിങ്ങനെ സ്തബ്ധയായി നിൽക്കുമായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? എല്ലാം തീർന്ന് ശിവ, എന്റെ ജീവിതമേ പോയി. എന്നാ പിന്നെ ലച്ചൂസ് ഒരു കാര്യം ചെയ്യും, കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടവരെ അറിയിക്കുക. ഉടനെ തന്നെ എന്റെ ബോഡി എടുക്കുമല്ലോ. ചുമ്മാ ഓരോന്നൊക്കെ വിളിച്ച് പറയല്ലേ സിദ്ധു. അത് കുടിച്ചേ. അതെ, ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോന്ന് അറിഞ്ഞൂടാ, എന്നാലും പറയാണ്. എന്താ? ഈ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നോണ്ട് വലിയ മാറ്റമൊന്നും ഷുഗറിന് വരുമെന്ന് എനിക്ക് തോന്നണില്ല. വെറുതെ അളിയനെ ദ്രോഹിക്കണ എന്തിന്? എല്ലാ പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് തുടങ്ങിയ സാധനങ്ങൾ വെട്ടി എരിഞ്ഞു കൊടുത്തൂടെ? അങ്ങനെ എല്ലാ ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കണ്ടില്ലേ? അങ്ങനെ ഉണ്ട്. അത് വൃത്തിക്ക് നോക്കണം. ഡയറ്റീഷ്യൻ അല്ലല്ലോ ഞാൻ. ഒന്നാമത് അളിയിൽ പ്രീ ഡയബറ്റിക് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അളിയാ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ ബ്ലഡ് ഷുഗർ കുറയുമെന്ന്. അളൊരു കാര്യം ചെയ്യും, ഈ കോഴി, മുട്ട, പോത്ത്, താറാവ് ഇതിനൊക്കെ കുറെ വാരി കഴിക്കാൻ നോക്ക്. അപ്പൊ ഫിറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും, പ്രോട്ടീനും കിട്ടും. അതെങ്ങനെയുണ്ട്? അയ്യോ, വറുത്ത് കൊടുക്കണ്ട, നമുക്ക് അല്ലാണ്ട് പുഴുങ്ങി വല്ലതും കൊടുക്കാം. ഉലുവി ഇട്ടാൽ മതി, കൊളസ്ട്രോൾ ചിലപ്പോൾ കുറയും. എന്റെ പൊന്നെ, എല്ലാരും കൂടെ നിർത്തുവോ? ഇത് കേട്ടിട്ട് എന്റെ മനസ്സമാധാനം പോവാ. എന്നാ കുറച്ച് ജ്യൂസ് കുടിക്കുക. അപ്പൊ ശരി. എന്റെ ചേച്ചി, ജ്യൂസ് കൊടുത്തിട്ട് കാര്യമില്ല. കേശു പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മൾ ഈ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഫ്രൂട്ട്സിലെ ഫൈബറൊക്കെ നഷ്ടമായി പോവുക. അതിന് പകരം പച്ചക്കങ്ങ് വെട്ടിയറിഞ്ഞ് കൊടുക്കുക, പാവയ്ക്കൊക്കെ തിന്നിട്ട്. പിന്നെ ഉണ്ടല്ലോ അളിയാ, ഈ ഹെൽത്തി ഫാറ്റ് ഇല്ലേ, ഈ ചില പരിപ്പ്, ചിലതരം മീന്, പിന്നെ ചില സീഡ്സിലൊക്കെ അതുണ്ട്. അത് വളരെ നല്ലതാണ്. പിന്നെ എന്താ ഒരു മോണോ അൺസാച്ചുറേറ്റഡോ പോളി അൺസാച്ചുറേറ്റഡോ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പേടിക്കണ്ട, ഞാൻ നെറ്റി നോക്കിയിട്ട് ഫുൾ റിസർച്ച് ചെയ്ത് പറഞ്ഞു തരാളിയത്. ആയിക്കോട്ടെ. ഇപ്പൊ അത് കുടിക്ക്. ലച്ചു പാടാണ് ഇത് കുടിക്കാൻ. പകുതി ഗ്ലാസ് കുടിക്കുന്ന. പാറൂസേടാ പ്ലീസ് ഇടാ. എനിക്ക് വേണ്ട. കുടിക്കണോ? അളിയനെ കൊണ്ട് പച്ച നിസായം. നല്ല കയ്പ്. ഷുഗർ പറയണ്ടേ? മതി. മതിന്ന് അത് കുടിച്ചേ പറ്റത്തുള്ളൂ. ഇതിലത്തെ കുറച്ച് പഞ്ചസാര ഇട്ടേറാണ് ഇറങ്ങി പോകാനൊരു സുഖായനെ. സെറ്റ് ചെയ്ത് തരാം ആന്റി. അതങ്ങ് കൊടുത്തേ. സിധു സാപ്പിട്. ഇതെന്താണ് അവിയിലുള്ള പച്ചക്കറി അരിഞ്ഞിട്ടേക്കുന്ന? ഇല്ല, ഇത് ഉനക്കുതാ. ഇതാ ചേനയൊക്കെ ഇട്ടേക്കുന്നതിനകത്ത്. ചേന അത് ചൊറിയൂല, ഞാൻ കഴിച്ചു നോക്കിയോ. നീ കഴിച്ചോ? ആന്റി തന്നെ കഴിച്ചാൽ എനിക്ക് പറ്റത്തൊന്നുമില്ല കഴിക്കാനത്. ஐயோ எனக்கு டயபெட்டிக் எல்லாம் இல்ல, நீதான் சாப்பிடணும். சாப்பிடுப்பா. അപ്പൊ ഇത് പിടിച്ചോ. ആദ്യം നീ അത് കുടിക്ക. അത് കുടിക്ക്. ഇനി ഇത് കുറച്ചേരം കഴിഞ്ഞിട്ട് കഴിക്കാം. പറ്റില്ല 2 വർഷമെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ. ചേന തന്നെ കഴിക്കണമായിരിക്കും അല്ലേ? അതിനകത്ത് ഇഷ്ടമുള്ളത് കഴിച്ചോ. ക്യാരറ്റ് കഴിച്ചോളൂ. മിടുക്കൻ. ഇനി ഇങ്ങനത്തെ കുറച്ച് കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ആവാം. നീ